രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്, 17ാമത്തെ അധ്യായമാണ്. 4ഉം 5ഉം ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അഷ്ടപതി ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിത കഥ നിരവധി, അതായത് ജനനം മുതൽ മരണം വരെയുള്ള കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച. എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതിയുടെ ക്ലാസ്. വെള്ളിയാഴ്ച ദിവസം മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ജ്യോതിഷം വേണ്ടവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയങ്ങൾക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട് 96453339 വിളിച്ചാൽ മതി. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. പിന്നെ അതുപോലെ തന്നെ ഭക്തമീരയുടെ കഥയുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ ഒരു എൻഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്പലങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ ഞാൻ രാധാ കവചം, നമ്മുടെ കൃഷ്ണപ്രിയ പാടിയ രാധാ കവചം 2 ഉണ്ട്. അത് 2ഉം ചൊല്ലുന്നത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യ സിദ്ധമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ
ഇന്നത്തെ ദിവസം നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് ആശാസുഖുവാണ്. വളരെ മനോഹരമായി അതിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആശാസുഖു അഷ്ടപതി 17-ാം അധ്യായം 4-ാമത്തെ ശ്ലോകം നിങ്ങൾക്കായി പാടിത്തരുന്നു. ആശയുടെ മധുരമായ ശബ്ദത്തിൽ അത് കേട്ടുകൊള്ളൂ. ചരണകമലഗളതലക്തകസിക്തമിദം തവ ഹൃദയമുദാരം ദർശയതീവ ബഹിർമദനദ്രുമ നവകിസലയ പരിവാരം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ മാവത കൈതവവാദം താമനുസര സരസീരുഹലോചന യാധവ ഹരതി വിഷാദം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ. അപ്പോൾ നമ്മുടെ ആശയം അത് പാടിയത് കേട്ടല്ലോ. ഇനി നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ചരണകമലഗളദലക്തകസീക്തമിദം തവ ഹൃദയമുദാരം കൃഷ്ണ. ചരണകമലഗളദലക്തകസീക്തമിദം തവ ഹൃദയമുദാരം കൃഷ്ണ. ദർശയതീവ ബഹിർമദനദ്രുമ നവകിസലയ പരിവാരം കൃഷ്ണ. ദർശയതീവ ബഹിർമദനദ്രുമ നവകിസലയ പരിവാരം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാധവ കൈതവവാദം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവവാദം കൃഷ്ണ. നോക്കെ എഴുതിക്കൊള്ളൂ. ചരണ കമല ഗളം, താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ രണ്ടും. അർത്ഥം എഴുതിക്കോ. ചരണ കമല ഗളം, താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ രണ്ടും. അലക്തകം, അലക്തകം ചെമ്പഞ്ഞിച്ചാറ്, ഒരു പൂവിൻ്റെ ചാറാണ് ചെമ്പഞ്ഞിച്ചാറ്. സിക്തം, സിക്തം നനഞ്ഞ, ചെമ്പഞ്ഞി ചാറ് കൊണ്ട് നനഞ്ഞ. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഏതാണ്ട് ചെമ്പരത്തിയുടെ ചാറ് പിഴിഞ്ഞെടുത്തതുപോലെ നനഞ്ഞ. തവ, അർദ്ധം നിന്റെ, തവ നിന്റെ. ഹൃദയമുദാരം, വിരിഞ്ഞ മാറിടം, ഹൃദയമുദാരം വിരിഞ്ഞ മാറിടം. ദർശയതി, കാണുക. ബഹിർ, പുറത്ത്. മദനദ്രുമം, കാമവൃക്ഷം, കാമവൃക്ഷം. കിസലയം, തളിര്, കിസലയം തളിര്. പരിവാരം, ചുറ്റപ്പെട്ട, ചുറ്റപ്പെട്ട. പിന്നെ ഉപകരണമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണ നിന്റെ കാമുകിയുടെ പാദപത്മങ്ങളിൽ നിന്ന്, അതായത് നിന്റെ കാമുകിയുടെ താമരപ്പൂ പോലെ മൃദുലമായ പാദങ്ങളിൽ നിന്ന് ഒഴുകിയ ചെമ്പഞ്ഞിച്ചാറിനാൽ നനഞ്ഞ നിന്റെ വിരിഞ്ഞ മാറിടം കണ്ടാൽ കൃഷ്ണ നിന്റെ മനസ്സിൽ ആ ഗോപിയെ കുറിച്ചുള്ള അനുരാഗമാകുന്ന വൃക്ഷത്തിൻ്റെ പുതിയ തളിരുകൾ നാം വിട്ട് പുറത്തേക്ക് കാണുകയാണോ എന്ന് തോന്നിപ്പോകും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാം. ഇവിടെ രാധാറാണി കൃഷ്ണനോട് പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. കൃഷ്ണ, നിന്റെ നെഞ്ചത്ത് ചെമ്പഞ്ഞി ചാറു പുരട്ടിയ യുവതിയുടെ പാദത്തിൻ്റെ അടയാളം എങ്ങനെ വന്നു? അപ്പോൾ പണ്ട് കാലത്ത് സ്ത്രീകള് കാലില് ചരണ ചെഞ്ചാറ് പുരട്ടും.
നമ്മുടെ ഇന്നത്തെ ക്യൂടെക്സ് പോലെ അല്ലെങ്കിൽ മൈലാഞ്ചി വെച്ച് ഇങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കുന്നത് പോലെ അന്നൊരു വൃക്ഷത്തിൻ്റെ കറ, പൂവിൻ്റെ ചാറൊക്കെ എടുത്തിട്ട് അതിനെയാണ് ചരണം പാദം. ആ പാദത്തെ നല്ല ചുമപ്പിക്കുന്ന വിധത്തിൽ ഡിസൈനൊക്കെ ചെയ്ത് അലങ്കരിച്ച് പണ്ട് കാലത്ത് സ്ത്രീകൾ ചെയ്യും. അപ്പൊ കൃഷ്ണന്റെ നെഞ്ചിൽ ഏതോ ഒരു പെണ്ണ്, അവള് ചരണ ചെഞ്ചാറ് പുരട്ടി, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവള് കാലിൽ കൂട്ടെക്സോ അല്ലെങ്കിൽ മൈലാഞ്ചിയോ ഒക്കെ തേച്ചു വെച്ചിരുന്നു. ആ പാദം കൃഷ്ണന്റെ നെഞ്ചിൽ അടയാളമായി കിടക്കുന്നു. ഇതെങ്ങനെ വന്നു കൃഷ്ണ? അത് വരണമെങ്കിൽ നീ ആ ഗോപികയുടെ പാദം രണ്ടും എടുത്ത് കെട്ടിപ്പിടിച്ച് നിന്റെ നെഞ്ചോട് അമർത്തി വെക്കണം. അങ്ങനെ അമർത്തി വെക്കുമ്പം പാദത്തിൽ ചരണച്ചെഞ്ചാറുള്ളത് കൊണ്ട് അതിൻ്റെ പാട് നിന്റെ നെഞ്ചില് തെളിഞ്ഞു കാണും. കൃഷ്ണ, നിനക്ക് അവളോടുള്ള അനുരാഗത്തിൻ്റെ വിത്ത് നിന്റെ ഹൃദയത്തിൽ മുളച്ച് എന്നിട്ടതങ്ങ് പടർന്ന് പന്തലിച്ച് വലിയ വൃക്ഷമായിട്ടങ്ങ് മാറി. എന്നിട്ട് അതിൽ നിന്ന് തളിരുകൾ വന്ന് ആ തളിര് നിന്റെ ഹൃദയം പൊത്ത് പിളർന്ന് ഇനി നെഞ്ചിലോട്ട് വന്ന് നീണ്ടു നിൽക്കുന്നു. അതാണ് നിന്റെ നെഞ്ചിൽ കാണുന്നത്. ഇവിടെ രാധാറാണി കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയും അതേപോലെ പരിഹസിക്കുകയും ചെയ്യുകയാണ്. രാധാറാണി പറയുക, ഓ കൃഷ്ണ, നീ എന്തൊരു വിശാല ഹൃദയനാണ് കൃഷ്ണ. നിന്നെപ്പോലെ ഇത്രയും വിശാല ഹൃദയനായ ഒരു പുരുഷനെ ഈ വൃന്ദാവനത്തിൽ വേറെ എവിടെ കാണാൻ പറ്റും കൃഷ്ണ? ഏത് സ്ത്രീകളെ കണ്ടാലും ഓടിച്ചെല്ലും കൃഷ്ണ നീ. എന്നിട്ട് അവരുടെ പാദങ്ങൾ എടുത്തിട്ട് നിന്റെ നെഞ്ചോട് ചേർത്തിട്ട് പറയും, നിങ്ങളുടെ എല്ലാം പാദങ്ങൾ എൻ്റെ നെഞ്ചിൽ ഉൾക്കൊള്ളും, നിങ്ങളൊക്കെ എൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊള്ളൂ. എന്നിട്ട് ആ ഗോപികമാരുടെ പാദം നിന്റെ നെഞ്ചിൽ നീ ഇങ്ങനെ ചുമക്കും. ആഹ, വേറെ ആരിങ്ങനെ ചെയ്യും കൃഷ്ണ? ഈ ഗോകുലത്തിൽ ആരുണ്ട് പെണ്ണുങ്ങളുടെ പാദങ്ങൾ മുഴുവൻ നെഞ്ചിൽ പതിപ്പിക്കാനും ചവിട്ടിക്കുവോ എന്ന് പറഞ്ഞ് നെഞ്ചിങ്ങനെ കാണിച്ചു കൊടുക്കാനും അത്രയ്ക്ക് വിശാല ഹൃദയനായിട്ടുള്ള വേറെ ആരുണ്ട് കൃഷ്ണ? സമ്മതിച്ചു തന്നു, നീ ഭയങ്കര വിശാല ഹൃദയനാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് രാധാറാണി എന്ത് ചെയ്യാണ്? പരിഹസിക്കുകയാണ്. കൃഷ്ണ, നിന്റെ നിറം കറുപ്പല്ലേ? ചരണച്ചഞ്ചാറിന്റെ നിറം ചുവപ്പ്. ആ കറുപ്പിനകത്ത് ചുവന്ന തളിരുപോലുള്ള പാടുകൾ. ആഹാ, അപ്പൊ നിന്റെ ശരീരത്തിന് കുറെ കൂടെ ശോഭയുണ്ട് കൃഷ്ണ. കൊള്ളാം കൃഷ്ണ. നിനക്ക് മഞ്ഞ വസ്ത്രം, നിന്റെ തലയിൽ നീല കളറിലെ മയിൽപീടി, പിന്നെ നെഞ്ചത്താകട്ടെ പെണ്ണുങ്ങളുടെ കാൽപ്പാടിൻ്റെ ചുവന്ന പാടുകൾ. മൊത്തത്തിൽ നീ ഒരു സംഭവം തന്നെയാണല്ലോ കൃഷ്ണ. അരയിൽ മഞ്ഞപ്പട്ട്, തലയിൽ മയിൽപീലി, നെഞ്ചത്ത് കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം പാദങ്ങളും ഉണ്ടല്ലോ. ഹോ, എനിക്ക് തോന്നുന്നത് കൃഷ്ണ, നിനക്ക് ഈ സ്ത്രീകളെ കാണുമ്പോൾ അങ്ങ് പ്രണയം മുറ്റും. ആ പ്രണയത്തിൻ്റെ വിത്ത് നിന്റെ ഹൃദയത്തിലങ്ങ് മുളയ്ക്കും. അതൊരു വൃക്ഷമായിട്ടങ്ങ് മാറും. അതിൻ്റെ തളിരിങ്ങനെ പുറത്തേക്ക് വരും. ആ തളിരായിരിക്കും കൃഷ്ണ ഈ കാണുന്നത്. അതല്ലേ ശരി കൃഷ്ണ? കൃഷ്ണനെ അങ്ങ് പരിഹസിക്കുകയാണ്. അപ്പോൾ പാവം കൃഷ്ണൻ പറഞ്ഞു, അങ്ങനല്ല രാധേ, നീ ഉദ്ദേശിക്കുന്നത് പോലല്ല. ഞാൻ ഒരു സ്ത്രീയുടെയും പാദമെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്തിട്ടില്ല. നീ അല്ലാതെ ഒരു സ്ത്രീയും എനിക്കില്ല രാധേ, സത്യം. ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചെഞ്ചാർ അങ്ങോട്ട് എടുത്തു, വൃക്ഷത്തിൻ്റെ കറയെടുത്തു, എടുത്തിട്ട് ഞാൻ എൻ്റെ നെറ്റിൽ പാദം കൊണ്ട് നിന്റെ പാദം ഇങ്ങനെ വരച്ചു വെച്ചിട്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ പാദവാരാതെ ഞാനത് വരച്ചു വെച്ചതാരാതെ, നീ അത് തെറ്റിദ്ധരിച്ചതാരാതെ, എന്നെ വിശ്വസിക്കൂരാതെ. ഇവിടെ നിങ്ങൾ നോക്കണം, 14 ലോകങ്ങളും അമ്മാനമാടുന്ന നാരായണൻ രാധയുടെ അടുത്ത് പറയുക, രാധേ അങ്ങനെ പറയല്ലേ രാധേ, ഞാൻ ഒരു ഗോപിയുടെയും പാദമെടുത്ത് നെഞ്ചിൽ വെച്ചിട്ടില്ല രാധേ. ഞാൻ നിന്നോടുള്ള പ്രണയം സഹിക്കാൻ വയ്യാഞ്ഞ് ചരണ ചെഞ്ചാറെടുത്ത്
എൻ്റെ നെഞ്ചിൽ ഞാൻ തന്നെ ഒരു ഡിസൈൻ പോലെ അല്ലേ ഒരു അടയാളം വരച്ചു വച്ചതാ. എന്താ രാധേ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ രാധേ, ഇത് ഞാൻ തന്നെ വരച്ചതാ, നീ അല്ലാതെ എൻ്റെ ഹൃദയത്തിൽ വേറെ ആരാണുള്ളത്? ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് ക്രോധബന്ധ എന്ന് പറയുന്ന പ്രണയലീലയാണെന്നാണ് പറയുന്നത്. അത് ഹഠയോഗത്തിലാണ് ഈ ക്രോധബന്ധയെക്കുറിച്ച് പറയുന്നത്. ക്രോധം കോപം, ബന്ധ ബന്ധിക്കുക. ഇതിനകത്ത് വേറൊന്നുമല്ല, കാമം സഹിക്കാതെ സ്നേഹം സഹിക്കാതെ രണ്ടുപേരും ഇറുക്കി കെട്ടിപ്പിടിക്കുന്നു. ആ ഇറുക്കി കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ ശരീരങ്ങൾ തമ്മിൽ അമർന്ന് ഒരു മുദ്ര ഉണ്ടാകും. ആ മുദ്രയുടെ പാടാണ് ഈ കാണുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ രാധാറാണി പറഞ്ഞത്, ഏതോ ചരണച്ചെഞ്ചാറ് പുരട്ടിയ സ്ത്രീയുടെ പാദം നീ എടുത്ത് നെഞ്ചിൽ ചേർത്തു. അപ്പോൾ അവളുടെ പാദത്തിന്റെ അടയാളം നിന്റെ നെഞ്ചിൽ കണ്ടു. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് അനുരാഗമുണ്ടാകും. അതിൻ്റെ വിത്തുകൾ ഹൃദയത്തിൽ മുളയ്ക്കും. എന്നിട്ടത് വൃക്ഷമാകും. എന്ന് പറഞ്ഞാൽ അങ്ങ് വളർന്നു വലുതാകും. അതിന് തളിരുകളൊക്കെ വരും. ആ തളിരായിരിക്കാം നിന്റെ നെഞ്ചിൽ കണ്ടത്. അപ്പൊ ഇവിടെ ഒന്ന് തളിരിന്റെ പാടെന്ന് പറയാം, രണ്ട് പരിഹസിക്കുകയുമാകാം. അപ്പോൾ ഇവിടെ കൃഷ്ണന്റെ മറുപടി ഇതാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിന്നോടുള്ള പ്രണയം മൂലം നിന്റെ പാദത്തിന്റെ അടയാളം ഞാൻ വരച്ചു വെച്ചേത്. ഇനി നമുക്ക് അടുത്ത 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ദശനപദം പവദരഗതം മമ ജനയതി ചേതസി ഖേദം കഥയതി കഥ മധുനാഭിമയാ സഹ തവ വപുരേതവേദം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ മാവദ കൈതവവാദം താമനുസര സരസീരുഹ ലോചന യാതവ ഹരതി വിഷാദം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ. അപ്പോൾ 5-ാമത്തെ ശ്ലോകം നമ്മുടെ ആശ പാടിത്തന്നത് കേട്ടില്ലേ? അപ്പൊ ഇനി കേട്ടുള്ളൂ. ദശനപദം ഭവതരദം മമ ജനയതി ചേതസി ഖേദം കൃഷ്ണ. ദശനപദം ഭവതരദം മമ ജനയതി ചേതസി ഖേദം കൃഷ്ണ. കഥയതി കഥമധുനാഭിമയാ സഹം കഥയതി കഥമധുനാഭിമയാ സഹ തവ വപുരേതവേദം കൃഷ്ണ. കഥയതി കഥമധുനാഭിമയാ സഹ തവ വപുരേതവേദം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവവാദം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവവാദം കൃഷ്ണ. ശ്രീകൃഷ്ണ ശ്രീരാധാകൃഷ്ണ. ഒക്കെ അർത്ഥം എഴുതിക്കോ. ദശനപദം പല്ലിൻ്റെ അടയാളം. ദശനപദം പല്ലിൻ്റെ അടയാളം. ഭവത് അങ്ങയുടെ. അധരം ചുണ്ട്. അധരം ചുണ്ട്. ദതം അത് ഗതം എന്നതാണ് വാക്ക്. ചേർത്തെഴുതുമ്പം ദതം കാണപ്പെടുന്നു, അല്ലെങ്കിൽ പതിഞ്ഞ അടയാളം, പല്ല് പതിഞ്ഞ അടയാളം. മമ എൻ്റെ. ജനയതി ഉണ്ടാക്കുന്നു. ചേതസി മനസ്സിൽ.
ഖേദം ദുഃഖം, എൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കുന്നു. കഥയതി കഥം, എങ്ങനെ പറയാൻ കഴിയുന്നു. കഥയതി കഥം, എങ്ങനെ പറയാൻ കഴിയുന്നു. അധുനാഭി, ഇപ്പോൾ. അധുനാഭി, ഇപ്പോൾ. മയാ സഹ, എൻ്റെ കൂടെ. മയാ സഹ, എൻ്റെ കൂടെ. തവ, അങ്ങയുടെ. വപു, ശരീരം. അഭേദം, വ്യത്യാസമില്ലാത്തത്. വ്യത്യാസമില്ലാത്തത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രാധാറാണി പറയുകയാണ്, കൃഷ്ണ, അങ്ങയുടെ അധരത്തിൽ പതിഞ്ഞ പല്ലിൻ്റെ പാടുകൾ എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നു. ആ പാടും വെച്ചിട്ട് എൻ്റെ ദേഹവും അങ്ങയുടെ ദേഹവും ഒന്നാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു കൃഷ്ണ നിനക്ക്? അതായത് രാധാറാണി കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, നീ ഓരോ കള്ളത്തരങ്ങൾ കാണിക്കും, എന്നിട്ട് ഓരോരോ ഉപായങ്ങൾ പറഞ്ഞ് നീ രക്ഷപ്പെടും. രാത്രി മുഴുവനും ആ സുന്ദരി പെണ്ണുമായി ഉറക്കമൊഴിഞ്ഞ് രതിലീല ആടിയതിൻ്റെ ഫലമായി നിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അത് എന്തേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്നെ കാണാത്ത വിഷമത്തിൽ ഉറക്കമൊഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പം നിന്റെ നെഞ്ചിൽ പെണ്ണിൻ്റെ നഖക്ഷതം. അപ്പം നീ പറയുന്നു, രാധേ, അത് മുള്ളുകൊണ്ടതാണെന്ന് പറയുന്നു. എന്നെ തിരക്കി വന്നപ്പം സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പം നിന്റെ നെഞ്ചത്ത് പെണ്ണിൻ്റെ പാദമുദ്ര പതിഞ്ഞ പാടുകള്. അപ്പൊ പറഞ്ഞു, ഞാൻ ചരണച്ചെഞ്ചാറ് വെച്ച് വരച്ചതാണെന്ന്. കൃഷ്ണ, കൃഷ്ണ, കള്ളകൃഷ്ണ, ഇതിന് നീ എന്താ പറയും? നല്ല വ്യക്തമായി പെണ്ണിൻ്റെ പല്ല് പതിഞ്ഞ പാട് ഇതാ നിന്റെ ചുണ്ടിൽ കിടക്കുകയാണ്. അതും നല്ല അർദ്ധചന്ദ്രാകൃതിയിൽ നിന്റെ ചുണ്ടിൽ ആ പാട് കിടക്കുകയാണ്. ഒരു പെണ്ണിൻ്റെ പല്ലിൻ്റെ പാടാണ്. ഒരു സ്ത്രീ കടിക്കാതെ കൃഷ്ണ നിന്റെ ചുണ്ടിൽ ഒരിക്കലും ഇങ്ങനൊരു പാട് ഒരു കാരണവശാലും നിന്റെ ചുണ്ടിലേക്ക് വരികയില്ല. ഒരു സ്ത്രീ കടിച്ചാൽ മാത്രമേ വരാൻ പറ്റൂ. ഇത് നിനക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. എന്നിട്ടും കണ്ട പെണ്ണുങ്ങളും കടിച്ച പാടുമായിട്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ കൃഷ്ണ നീ പറയുകയാണ്, രാധേ, ഞാനും നീയും തമ്മിൽ ഒന്നാണ്, നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് കൃഷ്ണ. നിന്റെ ചുണ്ടില് വേറൊരുവളുടെ പല്ലിൻ്റെ പാട് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ദുഃഖം എന്തെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? നീയുമായുള്ള വേർപാട് എന്നെ മരണത്തിൻ്റെ വക്കിൽ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. നോക്കൂ കൃഷ്ണ, നീ കണ്ട പെണ്ണുങ്ങൾ കടിച്ച് അധരത്തിൽ പാട് വീണു. അവക്ക് കാമം കൊണ്ട് സഹിക്കാൻ വയ്യാതെ നിന്റെ ചുണ്ടിൽ കടിച്ചു. ആ പാടുമായി വന്ന് എൻ്റെ മുമ്പിൽ നിന്നിട്ട് നീ പറയുകയാണ്, എന്താ പറയുന്നത്? രാധേ, നീയും ഞാനും ഒന്നാണെന്ന്. നീ വഞ്ചകനാണ്, നീ പറ്റിക്കുകയാണ്. നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാനായിട്ട്? നമ്മൾ രണ്ടും ഒന്നാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? അപ്പൊ രാധാറാണി പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, സ്ത്രീകളുമായി നീ രതിലീല ആടിയതിൻ്റെ പല പല അടയാളങ്ങൾ കണ്ടു. നിന്റെ കണ്ണ് ചുവന്നിരുന്നു, നിന്റെ നെഞ്ചിൽ നഖക്ഷതം, നിന്റെ ചുണ്ടിൽ അവളുടെ കൺമഷി പതിഞ്ഞിരുന്നു, നിന്റെ നെഞ്ചിൽ അവളുടെ പാദമുദ്ര പതിഞ്ഞു. ഇപ്പം താണ്ടെ നിനക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാമത്തിൻ്റെ മൂർധന്യത്തിൽ പെണ്ണ് പ്രണയം മൂത്ത് നിന്റെ ചുണ്ടിൽ കടിച്ചതിൻ്റെ പാട് അർദ്ധചന്ദ്രാകൃതിയിൽ കിടക്കുന്നു. ആ പാട് നിനക്ക് മറച്ചു വയ്ക്കാനും വയ്യ. ആ പാടുമായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കണ്ട പെണ്ണുങ്ങൾ കടിച്ച പാടുള്ള ചുണ്ടു വെച്ച് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കൂസലുമില്ലാതെ, രാധയെ, നീയും ഞാനും ഒന്നാണ്, നമ്മൾ രണ്ടും രണ്ടല്ല എന്നെങ്ങനെ പറയാൻ പറ്റുന്നു കൃഷ്ണ? നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു?
നിനക്ക് മനസാക്ഷി ഉണ്ടോ കൃഷ്ണ? മനസാക്ഷി. കണ്ടവളുമായി അവള് കടിച്ച ചുണ്ടുമായി വന്നിട്ട് ആ ചുണ്ട് ഉപയോഗിച്ച് പറയുക നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലെന്ന്. പോ കൃഷ്ണ, നിന്നെ ഏതവളാ കടിച്ചത്? ഏതവളാ നിന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചത്? അവളെടുത്ത് ചെല്ല്. നീ അവളെ സ്നേഹിച്ചാൽ മതി. എൻ്റെ അടുത്ത് നീ വരണ്ട, എൻ്റെ അടുത്ത് നീ വരണ്ട. അപ്പൊ ഈ 14 ലോകങ്ങളും വാഴുന്ന നാരായണൻ കെഞ്ചുകയാണ്, രാധേ ഇങ്ങനൊന്നും പറയല്ലേ രാധേ, എന്ത് കഷ്ടമാ രാധേ ഇത്. ഞാൻ ഒരു സ്ത്രീയുടെ അടുത്തും പോയിട്ടില്ല, ഒരു സ്ത്രീയും എൻ്റെ ചുണ്ടിൽ കടിച്ചിട്ടില്ല. രാധയെ നിനക്കറിയാമോ, എൻ്റെ ചുണ്ടിന് നല്ല സുഗന്ധമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും രാധേ? എൻ്റെ ചുണ്ടിൻ്റെ സുഗന്ധം കണ്ടിട്ട് തേനീച്ച വിചാരിച്ചു ഏതോ പൂ വിരിഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ സുഗന്ധം വരികയാണെന്ന് വിചാരിച്ചു രാധേ. ആ തേനീച്ച വന്നിട്ട് എൻ്റെ ചുണ്ടിൽ പൂവാണെന്നും പറഞ്ഞു കുത്തിയതിൻ്റെ പാടാ നീ കണ്ടത്. എന്നിട്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചു രാധേ. കഷ്ടമുണ്ട് രാധേ, കഷ്ടമുണ്ട്. എൻ്റെ ചുണ്ടുകൾക്ക് ഇത്രയും സുഗന്ധം വന്നതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് പൂവാണെന്ന് കരുതി തേനീച്ച വന്നു കുത്തിയതിന് ഞാൻ എന്ത് പിഴച്ചു രാധേ? ഞാൻ ഇപ്പോഴും പറയുന്നു രാധേ, ഞാനും നീയും ഒന്നാണ്. രാധയും കൃഷ്ണനും ഒന്നാണ്. ഒന്നാണ് രാധേ, ഒന്നാണ് രാധേ. രാധയും കൃഷ്ണനും ഒന്നാണ്. രാധാകൃഷ്ണന്മാർ ഒന്നാണ് രാധേ, ഒന്നാണ് രാധേ, ഒന്നാണ് രാധേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.